നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. UDF തരംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ആധിപത്യം നേടി. NDA നില മെച്ചപ്പെടുത്തി. മൂന്നാം LDF സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കുകയും NDA പ്രബലമായ കക്ഷിയായി ഉയർന്നുവരികയും ചെയ്താണ് തദ്ദേശഫലത്തിന്റെ ആകെ തുക. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ സമസ്ത മേഖലയിലും UDF മേധാവിത്വമാണ്. കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ മിക്കയിടത്തും ഇത്തവണ UDF തിരിച്ചുവന്നു. BJPക്കും തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിത നേട്ടമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ നേട്ടം കൊയ്ത BJP പാലക്കാട് നഗരസഭ നിലനിർത്തുകയും നിരവധി പഞ്ചായത്തുകളിൽ സാന്നിധ്യമുണ്ടാക്കുകയും ചെയ്തു. 27 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളും NDA മുന്നിട്ടു നിൽക്കുന്നു. അപ്രതീക്ഷിത തിരിച്ചടിയാണ് LDF നേരിട്ടത്. ഭരണനേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു കേന്ദ്രബിന്ദു. പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതും പ്രചാരണായുധമായി ഉപയോഗിച്ചു. പുറമെ UDFിലെ രാഹുൽ മാങ്കൂട്ടം വിവാദം തുടങ്ങിയവയും നേട്ടമാകുമെന്ന് കരുതി. എന്നാൽ ശബരിമല, ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിതമായ തകർച്ച നേരിട്ടതെന്നും ശ്രദ്ധേയം. അതേസമയം ശബരിമല, ഭരണപരാജയം എന്നിവ മുൻനിർത്തിയായിരുന്നു UDF പ്രചാരണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന, വിലക്കയറ്റം തുടങ്ങിയവയും UDF പ്രചരണായുധമാക്കി. രാഹുൽ മാങ്കൂട്ടം വിഷയം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഫലം കണ്ടുവെന്നതാണ് ഫലം സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു BJP മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിലും വലിയ നേട്ടമാണ് കൊയ്ത്. നിരവധി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളിൽ സാന്നിധ്യമുറപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു. BJPയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഫലം തെളിയിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ UDF മുന്നേറ്റം. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 5ലും UDF ഭരണത്തിലേറി. നിലവിൽ UDF ഭരിച്ചിരുന്ന പട്ടിത്തറ, ആനക്കര, ചാലിശ്ശേരി പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ തൃത്താല പഞ്ചായത്തിൽ LDFന് കനത്ത തോൽവി സമ്മാനിച്ച് UDF ഭരണത്തിലെത്തി. 10 വർഷത്തിനു ശേഷം കപ്പൂർ പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിച്ചപ്പോൾ അവിടെ ഭരണമുന്നണി വെറും 6 സീറ്റിലേക്ക് ചുരുങ്ങി. UDF ഭരണത്തിലിരുന്ന പരതൂർ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് മാത്രമാണ് LDF ക്യാമ്പിന് നേട്ടമായത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ഒപ്പം മൃഗീയ ഭൂരിപക്ഷത്തോടെ നാഗലശ്ശേരി പഞ്ചായത്തിലും LDF ഭരണം നിലനിർത്തി. തൃത്താല പഞ്ചായത്തിൽ ആകെയുള്ള 19 വാർഡുകളിൽ UDFന് 13 സീറ്റുകൾ നേടി ഭരണം പിടിച്ചെടുത്തപ്പോൾ LDF 6 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ചാലിശ്ശേരി പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 9 വാർഡുകളിൽ വിജയിച്ച് 1 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF ഭരണം നിലനിർത്തി. LDF 8 സീറ്റുകളാണ് നേടിയത്. പട്ടിത്തറ പഞ്ചായത്തിൽ 13 സീറ്റുകൾ കരസ്ഥമാക്കി UDF ഭരണം നിലനിർത്തിയപ്പോൾ LDF നേടിയത് 8 സീറ്റുകളാണ്. ആനക്കര പഞ്ചായത്തിൽ 9 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തി. ഇവിടെ LDF 7 സീറ്റുകൾ നേടിയപ്പോൾ 1 സീറ്റിൽ NDA സ്ഥാനാർത്ഥിയും വിജയിച്ചു. കപ്പൂർ പഞ്ചായത്തിൽ 13 സീറ്റുകൾ നേടി UDF ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ LDF 6 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഇവിടെ 1 സീറ്റിൽ SDPI സ്ഥാനാർത്ഥിയും വിജയിച്ചു. അതേസമയം നാഗലശ്ശേരിയിൽ ഇത്തവണയും മൃഗീയ ഭൂരിപക്ഷത്തോടെ LDF അധികാരം നിലനിർത്തി. നാഗലശ്ശേരിയിൽ ആകെയുള്ള 19 വാർഡുകളിൽ 16 സീറ്റിലും LDF മികച്ച വിജയം നേടി. 3 സീറ്റുകളാണ് നാഗലശ്ശേരിയിൽ കോൺഗ്രസിന് ലഭിച്ചത്. പരതൂർ പഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനായത് LDF ക്യാമ്പിന് ആശ്വാസമായി. ആകെയുള്ള 18 വാർഡുകളിൽ 10 സീറ്റുകൾ നേടിയാണ് LDF പരതൂരിൽ ഭരണത്തിലെത്തിയത്. കോൺഗ്രസിന് 8 സീറ്റുകളിലാണ് വിജയിക്കാനായത്. എല്ലാവർക്കും നന്ദി. ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട്. പഴയ വാർഡിലെ ഒരുപാട് ആളുകൾ എന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. 25 വർഷമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഇവിടെ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഒരുപാട് ഭരണാധികാരികൾ ചെയ്ത രാഷ്ട്രീയത്തിനുള്ള മറുപടി കൂടിയാണ് ഈ പഞ്ചായത്തിലെ UDFന്റെ വിജയം. എന്തായാലും വിജയിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ഇരു മുന്നണികൾക്കും തുല്യ സീറ്റ് നില. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട അവസ്ഥയിൽ. ആകെ 16 അംഗങ്ങളുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ UDFിൽ നിന്നും LDFിൽ നിന്നും 8 വീതം അംഗങ്ങളാണ് വിജയിച്ചു വന്നത്. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കുന്നത് നറുക്കെടുപ്പ് വഴിയാകുമെന്നാണ് സൂചന.
EP ഗോപാലകൃഷ്ണൻ, മാളിയേക്കൽ ബാവ, P ദിവ്യ, UT താഹിർ, അബ്ദുൾ റഹ്മാൻ KK, ഹുസൈൻ പുളിയഞ്ഞാലിൽ, സൗമ്യ ഹരീഷ്, സക്കീന എന്നിവരാണ് UDF-ൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി വിജയിച്ചത്. LDF-ൽ നിന്നും പ്രജീഷ് KP, മായ അശോകൻ, രവി പ്രകാശ്, രജിഷ M, PR കുഞ്ഞുണ്ണി, നീതു ടീച്ചർ, അഖില ജീവൻ, ജിജി S എന്നിവരും വിജയിച്ചു. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള തൃത്താലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഏതു വശത്തേക്ക് തിരിയുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങളും. വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ മണ്ഡലത്തിൽ പഞ്ചായത്തുകൾ LDF-നെ കൈവിട്ടു. കാട്ടുകള്ളന്മാരുടെയും അമ്പലം വിഴുങ്ങികളുടെയും സർക്കാരിനെതിരെ അലയടിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റാണ് തൃത്താലയിലേതെന്നും VT ബൽറാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല വിധിയെഴുത്ത് വന്നതോടെ പ്രതികരണവുമായി KPCC വൈസ് പ്രസിഡന്റും മുൻ തൃത്താല MLA-യുമായ VT ബൽറാം രംഗത്ത്. വട്ടേനാട് സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു VT ബൽറാം. വിജയിച്ച UDF സ്ഥാനാർത്ഥികളെ കണ്ട് അഭിനന്ദനം അറിയിച്ച ശേഷമാണ് VT ബൽറാം മടങ്ങിയത്. തൃത്താല നിയോജക മണ്ഡലത്തിൽ UDF-ന്റെ ഐതിഹാസികമായിട്ടുള്ള വിജയമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഈ ചരിത്ര വിജയത്തിന് UDF-നൊപ്പം നിന്ന മുഴുവൻ വോട്ടർമാരോടും തൃത്താലയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിസ്സീമമായിട്ടുള്ള കടപ്പാട് ഞങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇത്രയധികം വലിയ ഒരു വിജയം പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ നടപ്പാക്കിയതിനു ശേഷം ഇന്നേ വരെ UDF-ന് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു വിജയം ഇത്തവണ UDF-ന് നൽകി എന്നുള്ളത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിലവിൽ 4 പഞ്ചായത്തുകൾ മാത്രം UDF-ന് ഉണ്ടായിരുന്നപ്പോൾ അതിൽ പട്ടിത്തറയും ആനക്കരയും ചാലിശ്ശേരിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയതായി 2 പഞ്ചായത്തുകൾ UDF-ന് നേടാൻ സാധിച്ചു. 25 വർഷത്തിന് ശേഷമാണ് തൃത്താല പഞ്ചായത്തിന്റെ ഭരണം UDF നേടിയെടുക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾക്ക് അവിടെ ഈ ഭരണത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചുപിടിച്ച UDF 29 വാർഡുകളിൽ 19 ഇടങ്ങളിലും വിജയിച്ചാണ് UDF ഭരണം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ഭരണം വീണ്ടും UDF-ന്റെ കൈകളിലേക്ക്. 29 വാർഡുകളിൽ 19 ഇടങ്ങളിൽ വിജയം കരസ്ഥമാക്കിയാണ് UDF നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. CPM 9 ഇടങ്ങളിൽ വിജയിച്ചപ്പോൾ 1 വാർഡിൽ NDA-യും വിജയിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ UDF വ്യക്തമായ ആധിപത്യം നിലനിർത്തുന്ന കാഴ്ചയാണ് കാണാനായത്. UDF-ൽ നിന്നും TP ഷാജി, ഉസ്മാൻ, C സംഗീത, ജിതേഷ് മൊഴിക്കുന്നം ഉൾപ്പെടെയുള്ളവർ വിജയിച്ച പ്രമുഖരാണ്. അതേസമയം നിലവിലെ കൗൺസിലറായിരുന്ന KR നാരായണസ്വാമിക്ക് പരാജയം സംഭവിച്ചു. CPM-ലെ M വിജയകുമാർ, കവിത, ആതിര മകേഷ്, K മസൂദൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചവരിൽ പെടുന്നു. അതേസമയം നഗരസഭയിലെ സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി പരാജയം. 12ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടും ലഭിച്ചിട്ടില്ല. UDF-ന്റെ മികച്ച വിജയത്തെ തുടർന്ന് ടൗണിൽ ആഹ്ലാദപ്രകടനവും നടത്തി. താൻ പാർട്ടിയിൽ തിരിച്ചെത്തുമ്പോൾ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് TP ഷാജി പ്രതികരിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നെ ഈ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ അവർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പട്ടാമ്പി നഗരസഭ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളത്. ഒരു കാലഘട്ടങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വലിയ മുന്നേറ്റം പട്ടാമ്പിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളും വളരെ കൃത്യമായ മാർജിനോട് കൂടിയിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരെയും നന്ദി രേഖപ്പെടുത്താൻ. 1/4 നൂറ്റാണ്ടിന് ശേഷം തൃത്താല പഞ്ചായത്ത് ഭരണം LDF-ൽ നിന്നും തിരിച്ചുപിടിച്ച UDF ആഹ്ലാദ പ്രകടനം നടത്തി. UDF പ്രവർത്തകർ കഴിഞ്ഞ 25 വർഷത്തെ LDF ഭരണത്തിന് അറുതി വരുത്തി. ഇനി തൃത്താല ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കും. പ്രചരണത്തിലും ആത്മവിശ്വാസത്തിലും ഒരുപോലെ ഇരുമുന്നണികളും മികച്ചു നിന്നെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇടത് ക്യാമ്പിനെ നിരാശയിലാഴ്ത്തി UDF ഭരണം പിടിച്ചെടുത്തു. ഏറെ വൈകിയാണ് തൃത്താലയുടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ വോട്ടെണ്ണൽ ആരംഭിച്ചത്.
വോട്ടെണ്ണൽ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ UDFന് അനുകൂലമായാണ് ഫലങ്ങൾ വന്നു തുടങ്ങിയത്. 1 മുതൽ 6 വരെ വാർഡുകളിൽ തുടർച്ചയായി UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറി. ഇതോടെ LDF നേതൃത്വം പരാജയം മണത്തു തുടങ്ങി. 7ാം വാർഡിൽ LDFന് ആദ്യ വിജയം നേടിക്കൊടുത്തെങ്കിലും പിന്നീടുള്ള ഭൂരിഭാഗം വാർഡുകളിലും UDF വിജയത്തിലെത്തി. വാർഡ് 1 ഷബ്ന നിഷാദ്, വാർഡ് 2 സുജാത, വാർഡ് 3 പത്തിൽ അലി, വാർഡ് 4 ഫാത്തിമ നാസർ, വാർഡ് 5 രേഖ മണികണ്ഠൻ, വാർഡ് 6 പ്രീത ഉണ്ണികൃഷ്ണൻ, വാർഡ് 8 ഷിനോത്ത്, വാർഡ് 10 അലി പൂവത്തിങ്കൽ, വാർഡ് 12 റാണി, വാർഡ് 14 അനീസ് മാട്ടായ, വാർഡ് 15 ദയാനന്ദൻ, വാർഡ് 16 പ്രിയ പ്രമോദ്, വാർഡ് 17 ജയന്തി എന്നിവരാണ് വിജയിച്ച UDF സ്ഥാനാർത്ഥികൾ. വാർഡ് 7 യു ഗണപതി, വാർഡ് 9 പ്രസാദ് ബാബു, വാർഡ് 11 ജയകുമാർ, വാർഡ് 13 KP ജിഷ, വാർഡ് 18 ഉമ, വാർഡ് 19 രഞ്ജു PV എന്നിവരാണ് വിജയിച്ച LDF സ്ഥാനാർത്ഥികൾ. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.